ഇടിച്ചക്ക. ചേന, പൂള, കാവിത്ത്, കായ, കൂർക്ക, നേന്ത്രക്കായും പൊണ്ണങ്കായും ഉണ്ട്. പിന്നെ മറ്റേ എന്താ പറയാ ചൗളിക്കിഴങ്ങ്, പപ്പക്കിഴങ്ങ് അല്ലേ? പപ്പക്കിഴങ്ങ് പറയും, ചില നനക്കിഴങ്ങ പറയും, ചില ചൗളിക്കിഴങ്ങ് പറയും. രണ്ടും കൂടി ചൗളിക്കിഴങ്ങ്, പപ്പക്കിഴങ്ങ്. നമുക്ക് നമ്മളിപ്പോ 2 പ്രാവശ്യം ഇതുണ്ടാക്കണം, പുഴുക്കുണ്ടാക്കണ വീഡിയോ കാണിച്ചായിരുന്നല്ലോ, ഏകാശിക്ക് ഉണ്ടാക്കിയതൊക്കെ. അപ്പൊ എന്തായാലും ഇനി അതൊക്കെ ഓരോന്ന് കഷ്ണങ്ങളൊക്കെ നോക്കുക കേട്ടോ എല്ലാരും കൂടെ. അപ്പൊ എന്തായാലും ഞങ്ങളെല്ലാരും 3 ആളും കൂടി ചേർന്നിട്ട് നോക്കാൻ പറ്റുന്ന മാതിരി. അതെ, പിന്നെ മാളും എല്ലാം സഹായിക്കണം കേട്ടോ. സാധനങ്ങളൊക്കെ എടുത്തു തരാൻ ചെയ്താലും മതി. മഞ്ഞപ്പൊടി ഒന്നും വേണ്ടത്. കുറുക്കിക്ക് മഞ്ഞപ്പൊടി ഇട്ടോ, വേണമെങ്കിൽ ഉള്ളിൽ പേരിന്റെ ഇടാൻ ചിലരിടും. അതാണ് മാള് ചോദിച്ചത്. മാളുവിന് ഇപ്പൊ അതാ ഓർമ്മ വന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, മാത്രം കാണാനില്ല. കായ കഴുകാൻ. അത് വറുത്തപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊക്കെ മഞ്ഞപ്പൊടി കുറെ അത് എടുക്കുക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഞാൻ ഇരിക്കണ എവിടെ നോക്കുമ്പോ അതിപ്പോ ഇന്നലെ പോയപ്പോ വാങ്ങിയതല്ലേ? അതെ, ചെലവാ. അമ്മയ്ക്ക് അതൊരു ആഗ്രഹം. അങ്ങനെയൊന്ന് വാങ്ങാൻ കുറെ മുമ്പ് ഞങ്ങൾ പോയപ്പോ കാണിച്ചു ചെയ്തു, വന്ന് കാണിച്ചു തന്നു. അന്നൊന്നും വാങ്ങിയില്ല. ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് അതിന് ഇങ്ങോട്ട് വരാനുള്ള യോഗം. തിരുവാതിര കാണിക്കൂ. മാറിക്കോളൂ. അപ്പൊ ഒന്ന് തിരുവാതിരക്ക് ഉദ്ഘാടനമായിട്ട് തുടങ്ങാം. അതെ. മാള് ഇതൊരു വണ്ടിയായിട്ട് യൂസ് ചെയ്യാണ്. അടച്ചിട്ട് മതി കേട്ടോ. പാത്രം വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. മാളൊന്ന് കാണിച്ചോ? പാത്രം തെർത്തില്ല ഇപ്പൊ ഇവിടെ അല്ലേ? ചീഞ്ചട്ടി അമ്മേ ഇപ്പൊ തന്നെ കുഞ്ഞാവേ. ഇത് വലിയ പാത്രം. അതെ. നമുക്ക് അടയ്ക്കാം അല്ലേ? ഇനി കുഞ്ഞാവ് സീറ്റിൽ ഇരുന്നോളൂ കേട്ടോ. 2 ഉപകാരമുണ്ട്. നാളികേരം ചേർന്ന് ചെയ്യാൻ ഇരിക്കും ചെയ്യും. കുഞ്ഞാവിടെ ഇരുന്നോളൂ. ഈ പ്ലേറ്റിന് പകരം വേണമെങ്കിൽ ഈ തട്ട് വെച്ചാലും മതി. അതെ. അപ്പൊ അടപ്പാണ്. മെല്ലെ അടയ്ക്കണം കേട്ടോ, കൈ കുടുങ്ങില്ല. ഞാൻ അവിടെ ഇരുന്നോളൂ. അപ്പൊ ഇങ്ങനെ കഷ്ണമൊക്കെ നോക്കട്ടെ. ഓക്കെ. മുതിര വറക്കാല്ലേ? അമ്മ മുതിരൊക്കെ വറക്കട്ടെ കേട്ടോ. ഇവിടുത്തെ ഒരു കഷ്ണമൊക്കെ നോക്കുന്നുണ്ട്. മുതിര മതിയോ? ഒന്ന് പോരെ അമ്മ? ഇത് പോരെ നോക്ക്. മാറ്റി വെക്കണം. 2 എടുത്താ പോരെ? 2 മതി അമ്മ. എപ്പോഴും നമ്മള് പുഴുക്കുണ്ടാക്കാൻ അതെ ബാക്കിയാവും അധികം. അതിലാക്കല് മുറക്കല് പോവില്ല. അതെ, അമ്മ എടുത്തിരിക്കുക. ചക്ക കുറഞ്ഞ അവിടെ വെച്ചിട്ട് എന്തേ കുഞ്ഞാവ എപ്പോഴും അച്ഛന്റെ പേരാ വിളിക്കുക അല്ലേ? കുഞ്ഞാവേ എന്താ അച്ഛന്റെ പേര് പറയൂ. കുഞ്ഞാവേ ഫ്ലവർ വന്നല്ലോ. പക്ഷെ ഞാൻ നല്ലതാ. പുറമെ കാണുമ്പോ ഉള്ള നീല കളർ വന്നോ? കളറ് പറ്റൊന്നുമില്ല. അതും കുറഞ്ഞ് നല്ല നമ്മളിവിടെ മുതിര വറുത്തോണ്ടിരിക്കുക. മുത്തശ്ശി അവിടെ പൂള തോല് കളയുന്നുണ്ട്. അമ്മായി അവിടെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ തോല് കളയുക. അച്ഛൻ ഇവിടെ ഇരിച്ചൊക്കെ തോല് കളയുക. കുഞ്ഞാവ് അതാ സൂപ്പർവൈസർ ആയിട്ട് ഇതിന്റെ മുകളിൽ ഇരിക്കുക കുതിരപ്പുറത്ത്. പാടിക്കോളൂ. പാട്ട് പാടും രണ്ടാളും. കുഞ്ഞാവ് പാടുന്നു തുമ്പി തുമ്പി. എത്ര അതല്ല തുമ്പി തുമ്പി തുള്ളാവായ ഫോണിൽ വെക്കാൻ. മാളുണ്ട് പല്ലൊക്കെ പോയിട്ട്. പല്ല് പോയ
തിരുവാതിരക്കളി ആയിക്കോട്ടെ. മാളും കുഞ്ഞാവി തിരുവാതിര കളിക്കൂ. ആ പാട്ട് അങ്ങനെ അറിയില്ലേ? അപ്പൊ ആ പാട്ട് ഒരു കളിച്ചോളൂ. അയ്യേ അറിയില്ലേ? മാള് പാടി കളിക്കണ്ട്. വഴി അറിയണ്ട, ആ രണ്ട് വരി അറിയില്ലേ? അത് ഈ സ്റ്റെപ്പനെ കളിക്കണല്ലോ. ഇതെന്താ ഓണോ? ഓണായി ഇവിടെ എല്ലാവർക്കും ഗൈസ്. ഭയങ്കര ചൂട്. അമ്മ വേർത്ത് കുളിച്ചെണ്ണോ? ആ ചൂടെല്ലാം ഉണ്ടല്ലോ. ലൈറ്റും ഒക്കെ ഉണ്ട്. നമ്മള് ഉച്ചക്ക് കഞ്ഞിയും പുഴുക്കുവാണ്. അതെ പിന്നെ സ്പെഷ്യൽ മാങ്ങക്കറിയുണ്ട്. അതെ. പിന്നെ എപ്പോഴമ്മ കൂവ ഇറങ്ങുക? അതാണിപ്പോ വെയിറ്റ് ചെയ്തിരിക്കണത്. സന്ധ്യക്ക് അതാണ് ആവശ്യം. സന്ധ്യ ഒന്നും ആവണ്ട. എന്തിനാ സന്ധ്യ? ആ അമ്മ പണ്ടത്തെ തിരുവാതിര വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. അമ്മയുടെ ചെറുപ്പകാലത്തെ. പിന്നെ കാക്ക ഉണരും എന്താ കാക്ക കരീണമ്പോ കുളിക്കണം എന്നാ പറയാ. അങ്ങനെ ഒരു 8-10 ദിവസമൊക്കെ നേരത്തെ കുളിക്കണം. അപ്പൊ അതൊക്കെ പോയാതെ അന്നൊക്കെ കുളത്ത് പോയിട്ടോ അല്ലെങ്കിൽ തോട്ടിൽ പോയിട്ടോ ഒക്കെയാണ് കുളിക്കുക. ഇപ്പൊ കാക്കയൊക്കെ ഉണ്ട്. കാക്ക ചിലപ്പോ 12 മണിക്കും കരീനൊക്കെ ഇല്ലേ. അപ്പൊ കാക്കയ്ക്കും സമയമില്ല. കാക്ക ചിലപ്പോ രാവിലത്തെ കണ്ടാലിപ്പോ കരയിലൂടെ. പണ്ട് വിളിച്ചാകുമ്പോഴേ അതെ അതെ അറിയുള്ളൂ. പിന്നെ കാർത്തിക പിന്നെ അങ്ങനെ ഓരോ നാൾക്കനുസരിച്ച് പലരും മുമ്പേ പിന്നെ അങ്ങനെയൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട് പണ്ട് കുളിക്കാനൊക്കെ. പിന്നെ തിരുവാതിര നാളിന്റെ അന്ന് പറയണ്ട, അതിന്റെ തലേദിവസം ഒക്കെ നേരത്തെ കുളിക്കും. പക്ഷെ 3 മൂന്നാഴ്ചയൊക്കെ നീട്ട് കുളിക്കാൻ പോയിട്ടുണ്ട് ഞാനൊക്കെ. അപ്പൊ അന്ന് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഒപ്പം ഇഷ്ടം. അന്ന് പേടിയൊന്നും തോന്നില്ല. ഇപ്പൊ 1-2 നമുക്ക് പേടിയല്ലേ എന്തൊക്കെയാവോ, അല്ല ഇഴജന്തുക്കൾ ഉണ്ടാവുമോ അങ്ങനെയൊക്കെയും പേടിയും. അന്ന് ആ വക എന്ത് യാതൊന്നുമില്ല. അന്നും ആർക്കൊന്നും വരാറുമില്ല. അന്ന് പാമ്പ് കടിക്കണൊക്കെ കുറവാ. ആ പാമ്പ് കടിയൊന്നും അങ്ങനെ കേട്ടിട്ടേ ഇല്ല. അന്നങ്ങനെ അങ്ങനത്തെ ഇടി വെട്ടിയിട്ട് മരിക്കും. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അവിടെ ഓരോരാൾക്ക് 6 നടുമ്പോ പാടത്തുനിന്ന് അങ്ങനെ ഒരാള് അങ്ങനെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ശേഷമാണ് എനിക്ക് ഇടിക്ക് വലിയ പേടി. ഒരാൾക്ക് പിന്നെ അപകടം പറ്റി രക്ഷപ്പെട്ടു. ഒരാൾ പിന്നെ അവരെ പേര് കുറുമ്പാന്ന് തോന്നുന്നു. അവരാണ് മരിച്ചത്. അന്നേന്റെ ശേഷം എനിക്ക് ഇടി വെട്ടിയാൽ മരിക്കും. ഇപ്പൊ എത്രയാണല്ലേ ഇടി വെട്ടിയിട്ട് എന്തൊക്കെയാ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് തിരുവാതിരക്ക് പറഞ്ഞാൽ ഇങ്ങനെ തിരുവാതിര ദിവസം തിരുവാതിര കഴിഞ്ഞിപ്പോ നാളെ 11:30 കഴിയുമല്ലോ തിരുവാതിര. അപ്പൊ നാളെ നേരത്തെ കുളിക്കാൻ പോകുമ്പോ 108 തുടിക്കണം എന്നാ പറയാ. അത് മംഗല്യം വരെ എന്തൊക്കെ ഭാര്യ ഭർത്താവ് ഇരിക്കുന്നത് 108 തുടിക്കുക. അങ്ങനെ തൈര് കലക്കുക, തൈര് കലക്കാരൻ മലര് വറുക്കുക പറയും. അതൊക്കെ ചെയ്യും. അതൊക്കെ മുങ്ങി ശുദ്ധമായിട്ട് വേണട്ടോ ചെയ്യാൻ. ആ കുക്കിനോ അതിനല്ല കുളിയൊക്കെ കഴിഞ്ഞ് മുങ്ങിയിട്ടാണ് പിന്നെ ഇതൊക്കെ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തോർത്താന്നുണ്ട്. അലക്ക് തോർത്തോണ്ട് തോർത്താന്നാ പറയുക, തല തോർത്താൻ. അപ്പൊ എന്താവും അന്നൊക്കെ ബുദ്ധിമുട്ടുള്ള കാലല്ലേ. അപ്പൊ തോർത്തൊക്കെ ആകെ ഒരു തോർത്തേ ഉണ്ടാവുള്ളൂ. അലക്ക് തോർത്തപ്പം എല്ലാരും പേരിന് ആ തോർത്തോണ്ട് നെറുവിലൊന്ന് തോർത്തും. എന്നിട്ട് അതവിടെ വയ്ക്കും. പിന്നെ മറ്റവര് കുളിക്കുമ്പോൾ അവരൊന്നെടുത്ത് മറ്റേ ഭാഗം തോർത്തും. അങ്ങനെ തല തോർത്ത് അങ്ങനെ കോടി അലക്കിയതുകൊണ്ട് തോർത്തണം എന്നാണ് പറയുക. പിന്നെ നോയമ്പിന്റെ കേട്ടോ അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കളി ഉണ്ടാവും, രാത്രി ഉറക്കൊഴിക്കല്. എന്നാണ് ഇപ്പൊ ഉറക്കൊഴിക്കുന്ന ദിവസം പാതിരപ്പൂ ചൂടുക. അത് പാതിരപ്പൂ ചൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇപ്പൊ 11 മണി ഇപ്പൊ പാതിരപ്പൂട്ടൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരും കൂടി ആദ്യം കുളിക്കാൻ പോകും. പിന്നെ അതോടുകൂടി തിരുവാതിര കഴിയും. പിന്നെ ഈ ഭക്ഷണം കഴിക്കും. അന്നത്തെ തിരുവാതിര അല്ല ഇനിയിപ്പോ ചോറുണ്ണാൻ പാടില്ലേ. 11 മണിക്ക് തുടങ്ങിയില്ലേ. അരി ഭക്ഷണം പാടില്ലായിരുന്നു. ചിലവര് പറയും തിരുവാതിര നാള് കഴിഞ്ഞാൽ പുണർന്ന് നോക്കാൻ പാടില്ല, മക്കൾക്ക് ദോഷാണ് പറഞ്ഞിട്ട് ചിലവര് അത് കഴിഞ്ഞാൽ അരി ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ ഒരു ദിവസം മുഴുവൻ നോൽമ്പോ എന്നുള്ള കണക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പൊ പിന്നെ നാളെ അങ്ങനെ പല മാതിരി ഇപ്പൊ ഒക്കെ ചിട്ടകളൊക്കെ ഓരോരുത്തർക്കും ഓരോ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞാൽ 1-ാം തീയതി ആയാലും സംക്രാന്തി പിന്നെ അങ്ങനെ നോക്കിയിട്ട് 1-ാം തീയതി ചിലവർക്ക് 1-ാം തീയതി തലേദിവസം ചിലവർക്ക് എല്ലാം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ മാതിരി നല്ല. അതെ അതെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ തിരുവാതിര വിശേഷങ്ങള്. പെൺകുട്ടികളൊപ്പം കൂടി
തിരുവാതിര നോക്കാന്നാ പറയാ. ഒന്നുമില്ലെങ്കിൽ ഭക്ഷണം അരി ഭക്ഷണം കൊടുക്കാൻ പാടില്ല. പിന്നെ ശിവന്റെ അമ്പലം എവിടെ വെച്ചാൽ അവിടെയൊക്കെ കൊണ്ടുപോയി തൊഴിലിക്കണം അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ കുട്ടികള് ഈ പറഞ്ഞാൽ പെൺകുട്ടികളാകുമ്പോൾ അവരെയും പാതിരപ്പൂ ചൂടിക്കും. വെച്ചാൽ അവര് കിടന്ന് ഉറങ്ങുന്ന കുട്ടികളാണെങ്കിലും കൂടി ചൂടിച്ചു കൊടുക്കും. ദശപുഷ്പം കൊണ്ട് ചൂടിക്കും. അങ്ങനെയൊക്കെയാണ്. പാതിരപ്പൂ പറഞ്ഞാൽ കൊടിവേരിയുടെ എന്നൊരു പറയും. കൊടിവേരിക്കിഴങ്ങെന്ന് കേട്ടിട്ടുണ്ടാവുമായിരിക്കും എല്ലാവരും. അതിന്റെ പൂവ് അത് പാതിരക്കേക്ക് വിരിയ. അതുകൊണ്ടാണ് അതിന് പാതിരപ്പൂ എന്ന പേര് എനിക്കറിയില്ല. അത് ചുവന്ന കളറുണ്ട്, വെള്ള കളറുണ്ട്. എനിക്ക് നല്ല 4-5-6 പൂവ് ചുവന്ന കളർ കിട്ടിയിട്ടുണ്ട്. അതുകൂടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടയ്ക്കാമണിയം വേണം, ദശപുഷ്പം വേണം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ചടങ്ങ് കാണിച്ചുതരാം. പിന്നെ എട്ടങ്ങാടിയുടെ പരിപാടി ഉണ്ട്. എട്ടങ്ങാടി ഉണ്ടാക്കുക നാളെയല്ലേ? ഉണ്ടാക്കുക. ഉറക്കൊഴിക്കണം എന്നാണ് അത് ചെയ്യുക. അപ്പൊ ഇന്ന് സന്ധ്യ കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി അത് നേരിക്കും രാത്രി. നേരിക്കിനോട്. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ തിരുവാതിര വിശേഷങ്ങൾ. വിശേഷം. ഇപ്പൊ മുത്തശ്ശിയുടെ കുട്ടിക്കാലത്തെ തിരുവാതിര നടന്നതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഒക്കെ മുത്തശ്ശിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ ഇനി ബാക്കിയുള്ളത് ഞാൻ വഴിയെ ചെയ്തുകൊണ്ട് കാണാം. അതെ അതെ. ആ എന്നാ മുത്തശ്ശി എല്ലാം അരിഞ്ഞു തുടങ്ങിക്കോളൂ. അച്ഛൻ എന്താ ചക്ക തൊടാത്തത്? ഏതാള്? ആ ആ അതെ എത്ര ആ അയ്യോ വയ്യ. ആ ഈ ഒരു കഷ്ണം മതി ചെറുത്. ഇത് നമുക്ക് ഉപ്പേരിയോ സാമ്പാറൊക്കെ വെക്കണേക്ക് വെക്കാം. അവിടെ കുക്കർ വെച്ചിട്ടുണ്ട് നമുക്ക് മുതിര വേവിക്കാൻ വേണ്ടിട്ട്. അധികം ഒന്നും പുഴുക്ക് ഉണ്ടാക്കണില്ല. പ്രാവശ്യം ഏകാശിക്ക് ഉണ്ടാക്കിട്ട് കൊറേ ബാക്കിയായി. അതെ അപ്പൊ ഒന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. അതെ. അപ്പൊ ചെലപ്പോ തികയൂല്ല കേട്ടോ. കാരണം ഇന്നിപ്പോ ഇതേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്തായാലും വേണ്ടി വരും. എന്നാലും ഒരു കഷ്ണം കൂടെ എടുത്തോളൂ അമ്മേ. ആ എന്താണ് കുഞ്ഞാവിന്റെ കുട്ടിയും പറയുന്നത്? എന്തോ അല്ല അത് ഓണല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നതാ കാവിത്താ മുത്തശ്ശി? കാവിത്തല്ലേ? ആണമ്മായി വെള്ളയാണത്. ആ വൈലറ്റ് മറ്റേ വേറെ രസാ. ഉള്ളും വൈലറ്റ് തന്നെയാ പോയിണ്ടാവുക. ഈ ചക്കയുടെ വില കേട്ടിട്ടേ ഞെട്ടി. കുറെ ചീത്ത പറഞ്ഞു. 100 റുപ്പി 100 ഇതിന് ഒരു ചക്കക്ക്. അപ്പൊ വേറെ ചക്കന്റെ ആദ്യം എടുത്ത് തന്നു. കുറച്ചും കൂടി വലിപ്പുണ്ടല്ലോ. ഇന്നത്തെ തിരുവാതിര വിശേഷങ്ങളൊക്കെ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് 2 പാർട്ടായിട്ട് ഇടാം. കാരണം വൈകുന്നേരം ഇപ്പൊ എട്ടങ്ങാടി കൂവരകീതൊക്കെ വേറെതായിട്ട് കാണിക്കാലോ. പുഴുക്കും കുഴമ്പക്കഞ്ഞൊക്കെ എല്ലാരും കഴിക്കുകയും എന്റെ നേരമൊക്കെ അതിക്രമിച്ചു. എനിക്ക് 1 മണിന്റെ ഉള്ളിലൊക്കെ നേരൊക്കെ 2 hour-ആയി. നമ്മള് കൂടിയാട്ടോ കുഞ്ഞാക്കിതാ കുഞ്ഞാക്കി ഇതാ നമ്മളുടെ പുഴുക്ക്. സ്വാഹകാരൻ ഒന്നിങ്ങനെ ഇളക്കൂ. ഇതാ നമ്മളുടെ പുഴുക്ക്. അമ്മ ഇതപ്പൊ തലത്തൊക്കെ പോയേനെപ്പോ. മാങ്ങക്കറി. ഇനി അടുത്ത കഞ്ഞി എടുക്കച്ചാ. കുഞ്ഞാക്കി എരിയില്ലാത്ത പുഴുക്കുണ്ടോ? കുഞ്ഞാക്കി കുറച്ച് ഗമയാണ് ഇപ്പൊ. അയിനാണ് ആണോ കുഞ്ഞാവേ? ഉയ് ആ നമ്മുടെ കഞ്ഞി ഇതാ അവിടെ. പഴനുറുക്കൊന്നുമില്ല അല്ലേ? ആ ശരിയാ ശരിയാ. പഴനുറുക്ക് മതി, ചെറുപഴൊന്നും വേണ്ട. വേവിച്ച പഴം, വേവിച്ച പഴം അതാണ് തിരുവാതിരക്ക്. എന്നാ കഴിച്ചോളൂ മുത്തശ്ശി. അതെ അതെ. പാത്രമൊക്കെ എടുക്കട്ടെ, സ്പൂണൊക്കെ ഇട്ടോ. ഞാൻ ഇരിക്കട്ടെ കേട്ടോ. അതെ അതെ.